മുത്തുമണീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പാവയ്ക്ക മുളകിട്ട കറിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. പാവയ്ക്ക ഇവിടെ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളി ഒരു മീഡിയം സൈസിൽ വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക രസമാണ് കറിയിൽ കടിക്കുമ്പോൾ. തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. അത് ജസ്റ്റ് പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക്, അര സ്പൂണ് നല്ല ജീരകം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഒരു മൺചട്ടി വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള പാവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതൊരു 5 മിനിറ്റ് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുക. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പ്പങ്ങയ്ക്ക് തീരെ കയ്പ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കറിക്ക് അത്രയും നല്ല ടേസ്റ്റിലായിട്ട് കിട്ടും ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആദ്യം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ. അതിന് ശേഷം മാത്രമേ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ച മണമൊക്കെ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ആയി കിട്ടി അതിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും, കണ്ടില്ലേ? ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രമാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തളമൊക്കെ വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാണ് കേട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ വെള്ളമാണ്. വെള്ളം ഒരിക്കലും തന്നെ കൂടിപ്പോവരുത്. ഈ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഇതൊരു കുറുകിയ കറിയാണ്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ആ ടെസ്റ്റ് തന്നെ മാറി കിട്ടും. അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ പാവയ്ക്കും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരിട്ടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആദ്യം തന്നെ ഒന്ന് വഴറ്റി വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് ഒന്ന് പുളിയും എല്ലാതും പിടിക്കണം, മസാല ഒക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതാ നന്നായി തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പാവക്കക്കറി ഇഷ്ടമില്ലാത്തവർ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.